ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ബൈബിൾ സ്റ്റഡിക്കായിട്ട് നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസ്ഥ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകം ഇവിടെ കടന്നു വരുമ്പോൾ നാം ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഒരു അഭ്യർത്ഥനയുള്ളത്, ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെയും അതിൻ്റെ ഒരുക്കങ്ങളും നാം ചിന്തിക്കുന്ന ഭാഗവും പഠിക്കുന്ന ഭാഗവും എല്ലാം നാം ചിന്തിച്ച് അതിനെക്കുറിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ടു പ്രേ ഫോർ ദി കംപ്ലീറ്റ് സർവീസ്, എല്ലാ ശുശ്രൂഷയും ഓർത്ത്. ഇപ്പോൾ നമുക്കറിയാം, സക്കറിയാവിൻ്റെ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവചനത്തെക്കുറിച്ചും നാം പഠിക്കാൻ പോകുന്ന അധ്യായത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ അതിനെ ഓർക്കുന്നത് നല്ല കാര്യമാണ്. അതിനായിട്ട് കർത്താവ് നമ്മെ ഇടയാകട്ടെ. റെഗുലറായിട്ട് നാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആഴ്ചകളായിട്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആമുഖമായിട്ട് അറിയാം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് അതിൻ്റെ 4-ാമത്തെ അധ്യായമാണ്, ചാപ്റ്റർ 4 ഓഫ് ദി ബുക്ക് ഓഫ് സക്കറിയ. അപ്പോൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒറിജിനൽ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ സക്കറിയാവ് എന്തുകൊണ്ടാണ് ഇത് എഴുതിയത് അത് നമുക്കറിയാം. അതിനെക്കുറിച്ച് അല്പമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ ചിന്തിക്കാം. അറിയാവുന്നവർക്ക് ഉത്തരം പറയാം. ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം എഴുതിയത്? നാം ചിന്തിച്ചതാണ് ആദ്യത്തെ ക്ലാസ്സുകളിൽ. ഏത് സമയത്താണ്, ഏത് വർഷത്തിലാണ് എഴുതിയത്? എന്തെങ്കിലും ഊഹമുണ്ടോ? നാം ചിന്തിച്ചിട്ടുണ്ട് 520 BC, 520 BC ലാണ് ഈ ഒരു പ്രവചനം എഴുതപ്പെട്ടത്. ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ബാബിലോണിയൻ എക്സൈൽ. ബാബിലോണിൻ്റെ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞിട്ട് എഴുതിയ ഒരു പ്രവചനമാണ്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എസ്രയുടെ പ്രവചനത്തിലും കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രവചനം നാം പഠിക്കുമ്പോൾ എസ്ര പ്രവചനം, ഹഗായി പ്രവചനം, ഇതൊക്കെയും ഒന്നിച്ച് ചേർന്ന് നമുക്ക് പഠിക്കാവുന്ന വിഷയങ്ങളാണ്. ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജനത്തെക്കുറിച്ച് ആണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവാസകാലം, ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞ് എഴുതിയ ഒരു പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു പ്രവചനമാണ്. ഇവിടെ ഈ ഒരു അധ്യായത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ചില വിഷയങ്ങൾ കാണുവാൻ സാധിക്കും. നാം സാധാരണ ചെയ്യുന്നത് പോലെ ഈ അധ്യായം മുഴുവനായിട്ട് നമുക്ക് വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നോക്കാം. ഇസ്രായേൽ ജനത്തോട് എങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത്? പ്രാരംഭമായിട്ട് നമുക്ക് ഈ 4 വാക്യങ്ങൾ ഒന്ന് വായിക്കാവുന്നതാണ്. 1-2 വാക്യങ്ങൾ വെച്ച് വായിക്കാനുള്ള സാവകാശമുണ്ടല്ലോ. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. നീ എന്ത് കാണുമെന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും ഒന്നുകൊണ്ടുള്ള ഒരു വിളക്ക് കണ്ടു. അതിൻ്റെ തലയ്ക്കൽ ഒരു കുടവും അതിൻ്റെ 7 വിളക്കും, അതിൻ്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കാലും, അതിനരികെ കുടത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഒന്നും ഇടത്ത് ഭാഗത്തൊന്നും, ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനനെ ഇതെന്താകുന്നുവെന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇതെന്താകുന്നുവെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്നാൽ, ശെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണ്, സൈന്യത്താൽ എന്ന ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. ശെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന്റെ കൃപ എന്ന ആർപ്പോടുകൂടെ അവനെ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നെന്നാൽ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവരുടെ കൈ തന്നെ അവർ തരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. സർവ്വഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു.
ഉള്ള 2 ഒലിവുമരം എന്താകുമെന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള 2 നാഗത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴിക്കുന്ന 2 ഒലിവുകൊമ്പ് എന്തിനെന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇതെന്താകുമെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. നാം ചിന്തിച്ചതുപോലെ 520 BC ഈ പ്രവചനം എഴുതപ്പെട്ടത്. ഇവിടെ പ്രത്യേകമായിട്ട് ഈ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സെരുബാബേലിനോട് സംസാരിക്കുന്ന ചില വചനങ്ങളാണ്. ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് സ്പീക്കിംഗ് ടു സെരുബാബേൽ. സെരുബാബേൽ യഹൂദയുടെ ആ കാലഘട്ടത്തിൽ ഗവർണർ ആയിരുന്നു. ഹി വാസ് ദി ഗവർണർ ഓഫ് ജൂഡ. അപ്പോൾ ഒരു അധികാര പദവി ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ സെരുബാബേൽ. അദ്ദേഹം ദാവീദിൻ്റെ വംശാവലിയിൽ വരുന്ന ഡിസെൻഡൻറ്റ് ഓഫ് ഡേവിഡ് തന്നെയാണ്. അപ്പോൾ അതാണ് സെരുബാബേലിൻ്റെ പശ്ചാത്തലം. പിന്നീട് നാം വായിക്കുന്നത്, നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ ചിന്തിച്ചത് യോശുവയെക്കുറിച്ചാണ്. അദ്ദേഹം ജെഹോസഡാക്കിൻ്റെ മകനായിരിക്കുന്ന മഹാപുരോഹിതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും നാം ഈ അധ്യായങ്ങളിൽ കാണുന്നത്. എസ്ര 3-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചാൽ നാം മനസ്സിലാക്കുന്നത് പോലെ യെരുശലേമിൽ ദേവാലയം പുതുക്കി പണിയണം, പുതുതായിട്ട് റീബിൽഡിംഗ് ഓഫ് ദി ടെമ്പിൾ അല്ലെങ്കിൽ ആലയത്തിൻ്റെ പണികൾ ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി അവർക്ക് പ്രചോദനം നൽകുന്ന, അവരെ ഉത്തേജിപ്പിക്കുന്ന ആ ഒരു ദൗത്യത്തോടെയാണ് സക്കറിയാവ് ഈ പ്രവചനം എഴുതുന്നത്. അപ്പോൾ സക്കറിയാവും ഹഗായിയും സെരുബാബേലും യോശുവയും ഒക്കെ കർത്താവ് ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളാണ് ആ കാലഘട്ടത്തിൽ. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നല്ല കാര്യമാണ്. എസ്ര പ്രവചനം 4-ാം അധ്യായം, എസ്ര പ്രവചനം നാം നേരത്തെ ചിന്തിച്ച് 1-ാം അധ്യായം 3-ാം അധ്യായം ഒക്കെ ഇതിനോട് ചേർന്ന് വായിക്കുക. ഹഗായിയുടെ പ്രവചനം വായിക്കുക 1-ാം അധ്യായം. ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ആ ആലയത്തിൻ്റെ പണികൾ ആരംഭിച്ചു. എന്നാൽ അവിടെ ഇടയ്ക്ക് വെച്ച് വളരെ നിരാശയിലും പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ ആ പണികളെല്ലാം നിർത്തിവെച്ചു അല്ലെങ്കിൽ നിർത്തലായി പോയി. പിന്നീട് അവർക്ക് റിസോഴ്സസ് ഇല്ലായിരുന്നു. ചില കാര്യങ്ങൾ പണിയാനുള്ള സാമഗ്രികൾ അവരുടെ കയ്യിലില്ല. അവരെ ഉത്തേജിപ്പിക്കുവാൻ, ലീഡ് ചെയ്യാൻ ആൾക്കാർ പ്രോപ്പർലി ഇല്ല. അതുകൊണ്ട് ഏകദേശം 16 വർഷത്തോളം ഈ ദേവാലയത്തിൻ്റെ പണികൾ മുടങ്ങി. അപ്പോൾ അതിനെ റീബിൽഡ് ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് ഇത് നടക്കുന്നത്. ഇസ്രായേലിനോട് ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നത്. അവർ ദേവാലയം യെരുശലേമിൽ റീബിൽഡ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹഗായി പ്രവാചകനും സക്കറിയ പ്രവാചകനും ഒക്കെയും ദൈവം ഉപയോഗിക്കുകയാണ്. അത് എസ്രയുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആലയത്തെ പുതുക്കി പണിയുവാൻ വേണ്ടി. അതാണ് ഒരു പശ്ചാത്തലമായിട്ട് നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്. ഈ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ലാംപ് സ്റ്റാൻഡ് ഓഫ് ഗോൾഡ് കാണുവാൻ സാധിക്കും. നാം ചിന്തിക്കുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അതായത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ പ്രവചനം വായിക്കുമ്പോൾ അവർക്ക് ആ കാലഘട്ടത്തിൽ എങ്ങനെ അവിടെ എടുത്തിരുന്നു എന്നുള്ളതാണ് നാം ആദ്യം ചിന്തിക്കുന്നത്. പിന്നീട് നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാവുന്നതാണ്. ഇന്ന് നമുക്ക് എങ്ങനെ പ്രായോഗികമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കും. അപ്പോൾ ലാംപ് സ്റ്റാൻഡ്, വാട്ട് ഇറ്റ് മെന്റ് ടു ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച്, യഹൂദ ജനത്തെ സംബന്ധിച്ച് ഈ നിലവിളക്ക് അല്ലെങ്കിൽ ഇവിടെ നാം വായിക്കുന്ന പദം എന്നുള്ളത് വിളക്ക് തണ്ട് അല്ലെങ്കിൽ ആ വിഷയം എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഗോൾഡൻ അല്ലെങ്കിൽ ലാംപ് സ്റ്റാൻഡ് അവരെ കാഴ്ചവെക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ടേംസ് ഓഫ് ലൈഫ്സ് ഓഫ് ഇസ്രായേൽ പീപ്പിൾ. ഇസ്രായേൽ ജനത്തിലുള്ള ബന്ധത്തിൽ ഈ നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക് തണ്ട് ആ വിഷയങ്ങൾ കാണുമ്പോൾ ദൈവ സാന്നിധ്യം, അതിൻ്റെ ബോധമാണ് അവരുടെ മനസ്സിൽ ഉളവാകുന്നത്. അത് വർഷങ്ങളായിട്ട് ദൈവം അവരെ നടത്തിയ വിധങ്ങൾ അവർക്ക് ഈ കാര്യം കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രതീകമാണ്. അവർക്കൊരു ബലം നൽകുന്ന ഒരു വസ്തുതയാണ്. നമുക്കിത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31-ാം വാക്യം മുതൽ 40-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ അവിടെ മെനോറയെക്കുറിച്ച് നാം ആ കൂടാരത്തിൽ, ടാബർനാക്കിൾ അല്ലെങ്കിൽ ആലയത്തിലുള്ള മെനോറയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അത് ദൈവ സാന്നിധ്യത്തെ അവർക്ക് ബോധവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ വരുത്തുന്ന ഒരു വിഷയമാണ്. അതേ രീതിയിലാണ് ലാംപ് സ്റ്റാൻഡ്.
നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക് തണ്ട് അവർ കാണുമ്പോൾ അവർക്ക് ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. പിന്നീട് ഈ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട് സെക്കറിയ പ്രവചനം പറയുന്നത് അവിടെ എണ്ണയെക്കുറിച്ച് നാം വായിക്കുന്നു, ഓയിൽ. അത് സിഗ്നിഫൈ ചെയ്യുന്നത് കോൺസ്റ്റന്റ് നീഡ് ഓഫ് ഓയിൽ, റെഗുലർ എണ്ണ അവിടെ ഒഴുകിക്കൊണ്ട് ഇരിക്കണം, അതിൻ്റെ ആവശ്യമുണ്ട്. അത് അവരെ കാണിക്കുന്നത് ആ കാലഘട്ടത്തിൽ നാം ആ ഒരു കൂടാരത്തിൻ്റെ അവസ്ഥ, ആലയത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഈ എണ്ണ പ്രവാചകന്മാർ വന്ന് അത് ഒഴിച്ച് റെഗുലർ ഫ്ലോ അവിടെ ഉറപ്പിക്കുമായിരുന്നു. അത് കത്തിക്കൊണ്ടിരിക്കണം. ആ ഒരു കാര്യം അവരെ കാണിക്കുന്നത് റെഗുലർലി, അത് ഒരു തടസ്സം കൂടാതെ ദൈവിക സാന്നിധ്യം അവിടെ നിലനിൽക്കുന്നു. ആ വിഷയത്തെയാണ് അവരോടുള്ള ബന്ധത്തിൽ കാണിക്കുന്നത്. അത് റെഗുലർ സംഭവിക്കേണ്ടതാണ്. ലാംപ് ഓഫ് ഗോഡ്സ് പീപ്പിൾ വിൽ നോട്ട് ഗോ ഔട്ട് അഗൈൻ, ഗോഡ് വിൽ സസ്റ്റെയിൻ യു. അപ്പൊ ഇനിയും നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് തോൽവി ഉണ്ടായിട്ടുണ്ട്, ഓക്കെ, പണികളൊക്കെ മുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇനിയും സെക്കറിയാവിലൂടെ പ്രവചനം കൊടുത്ത് ഇവരോട് പറയുകയാണ്, ഇനിയും യഹോവയുടെ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറുകയില്ല. റെഗുലർ ബേണിംഗ് ആണ്, അത് തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കും. റെഗുലറായിട്ടുള്ള പുരോഹിതന്മാരുടെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇവിടെ സെരുബാബേലിനെ കുറിച്ച് നാം ചിന്തിച്ചു. അത് ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ആ ജനത്തിന്റെ ഗവർണർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയേക്കാണ് ഈ ആലയം പണിയുവാൻ വേണ്ടി. അത് നമുക്ക് എസ്രായുടെ പ്രവചനം 5-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിലും ആ കാര്യങ്ങൾ വായിക്കുവാൻ സാധിക്കും. ശത്രുക്കൾ മൂലം, സാമ്പത്തിക പ്രതിസന്ധി മൂലം, മറ്റ് പല വിഷയങ്ങൾ, അവർ ചെറിയൊരു കൂട്ടമാണ്. ഇതെല്ലാം കാരണം അവർ വളരെ പ്രതികൂലത്തിൽ നിൽക്കുമ്പോഴാണ് സെരുബാബേലിനെ ഉയർത്തി ഗവർണറായിട്ട് കർത്താവ് അവിടെ നിർത്തുന്നത്. അപ്പോൾ സെരുബാബേലിനോട് ഈ അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യഹോവയായ ദൈവം അരുളപ്പാട് കൊടുക്കുന്നത് വ്യക്തമായിട്ട് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്. അവിടെ മലയാളത്തിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ. അത് സെരുബാബേലിനോട് ദൈവം യഹോവ പറയുകയാണ്, ആ ഉറപ്പ് തനിക്ക് കൊടുക്കുകയാണ്. പ്രതികൂലങ്ങളുണ്ട്, ചെറിയ രാജ്യമാണ്, അതിനെ ഉയർത്തിക്കൊണ്ടുവരിക, അത് പണിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാലും സെരുബാബേലിന് ആ ഉറപ്പ് കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ പ്രവചനം അല്ലെങ്കിൽ ഈ വാക്കുകൾ എഴുതുമ്പോൾ വലിയ ഒരു പർവ്വതം, മഹാപർവ്വതം നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുണ്ട്. 7-ാം വാക്യം നാം വായിച്ചു, ഗ്രേറ്റ് മൗണ്ടൻ അവിടെയുണ്ട്. എന്നാൽ അതെവിടെ? ഓക്കെ, അതെല്ലാം ഒരു സമഭൂമിയായിട്ട് മാറിത്തീരും, അതൊന്നും ഇല്ലാതായിത്തീരും. അതും സെരുബാബേലിനോട് പറയുകയാണ്. വീണ്ടും പറയുകയാണ്, അത് ഒരു ചെറിയ തുടക്കമായിരിക്കാം, എന്നാലും അത് ദൈവം പണിയുവാൻ തുടങ്ങുന്ന വിഷയം. സെരുബാബേലിനെ വെച്ച് തുടങ്ങുന്നത് സെരുബാബേലിനെ വെച്ച് തന്നെ അവസാനിപ്പിക്കും. 9-ാം വാക്യം വായിച്ചാൽ അത് മനസ്സിലാകും. അവിടെ പറയുന്നത് സെരുബാബേൽ അതിൻ്റെ അടിസ്ഥാനമിട്ടെങ്കിൽ അവൻ്റെ കൈകൾ തന്നെ അത് പൂർത്തീകരിക്കും. അങ്ങനെ ഒരു ഉറപ്പ് കർത്താവ് ഡയറക്റ്റ് ആയിട്ട് സെരുബാബേലിന് കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിലെ ഗവർണർ ആയിരിക്കുന്ന സെരുബാബേലിന് കൊടുക്കുന്ന എൻകറേജ്മെന്റ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും നാം അതിൻ്റെ അവസാന വാക്യങ്ങൾ ഈ അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പറയുന്നത് ഡേ ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസം. ചെറിയ കാര്യമാണ് അവരെ സംബന്ധിച്ച്. എന്തുവാ ചെറിയ കാര്യം? നാം ഹഗായി പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ വാക്യങ്ങളൊന്നും നാം ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, എന്നാൽ നമ്മുടെ ഭവനത്തിൽ പോയി ആ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശലോമോൻ രാജാവ് വളരെ മഹത്വമേറിയ ഒരു ആലയം പണിഞ്ഞിരുന്നു. എന്നാൽ ആ ആലയം ഇല്ലാതായി കഴിഞ്ഞിട്ടാണ് രണ്ടാമതാണ് ഇങ്ങനത്തെ ഒരു പണി നടക്കുന്നത്. അപ്പോൾ ആ ആലയത്തിന്റെ വ്യാപ്തി ഒക്കെ ഇതിലും വളരെ വലുതാണ്. ഇപ്പൊ ഈ സെരുബാബേലും സെക്കറിയാവും ആവശ്യപ്പെടുന്ന ഈ ആലയത്തിന്റെ പണി ആക്ഷരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശലോമോൻ പണിഞ്ഞ ആലയവുമായിട്ട് കമ്പാരിസൺ ഇല്ല. അത് വളരെ വലുതായിരുന്നു, ഇത് തികച്ചും ചെറുതാണ് അതുമായിട്ട് നോക്കുമ്പോൾ. എന്നാൽ ദൈവാത്മാവ് ഇവിടെ പറഞ്ഞ് വ്യക്തമാക്കുന്നത്, ജനത്തോട് പറയുന്നത്, ഇത് ചെറുതായിരിക്കാം, നിങ്ങൾക്ക് ബലഹീനമില്ല അല്ലെങ്കിൽ ബലമില്ലാത്തതാണെന്നും നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം പറയുന്നത് ചെറിയ തുടക്കങ്ങളാണ് ദൈവം വലുതാക്കി മാറ്റുന്നത്. ദൈവം തുടങ്ങുന്നത് ദൈവം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. അതിനെ ഡു നോട്ട് ഡിസ്പൈസ്. 10-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഹൂ ഹാസ് ഡിസ്പൈസ് ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ തുച്ഛമായിട്ട് കാണേണ്ട ആവശ്യം ഇസ്രായേൽ ജനത്തിനില്ല. നിങ്ങൾ ധൈര്യപ്പെട്ട് ആ കാര്യങ്ങളിൽ വ്യാപൃതരാകുക,
ദൈവം അതിനെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കണ്ണുകൾ നാം അവിടെ വായിക്കുന്നു. ദൈവം എപ്പോഴും ഊടാടിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസ്തനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെ ഉണ്ട്. വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ സൈസ്, നിങ്ങൾ എത്ര വലുപ്പത്തിലാണ് ആലയം പണിയുന്നത്, എത്ര കൂടുതൽ അതിനകത്ത് നിങ്ങൾക്ക് ബലമുണ്ട്, ആ വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. 2 ഒലിവ് മരത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ഒലിവ് മരങ്ങൾ അന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുമ്പോൾ, യഹൂദ ജനത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന 2 വ്യക്തികളാണ് ദൈവാത്മാവ് അവരെ പ്രബോധിപ്പിച്ചത്. ഫോർ ഇസ്രായേൽ അറ്റ് ദാറ്റ് മൂമെന്റ്, ആ സമയത്ത് 2 വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നാം ചിന്തിച്ചതുപോലെ 3-ാം അധ്യായത്തിൽ നാം ആരെക്കുറിച്ചാണ് ചിന്തിച്ചത്? ജോഷുവയെ കുറിച്ച് ചിന്തിച്ചിരുന്നു, അല്ലെ? അപ്പോൾ ജോഷുവയാണ് മഹാപുരോഹിതൻ. അദ്ദേഹമാണ് ഒരു ഒലിവ് മരം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരോട് സംസാരിക്കുമ്പോൾ. പിന്നീട് സെറുബാബേലിനെ കുറിച്ച് ഈ 4-ാം അധ്യായത്തിൽ ഗവർണർ ആയിരിക്കുന്ന, അധികാരിയായിരിക്കുന്ന, അവരെ രാജ്യം ഭരിക്കുന്ന അധികാരിയായിരിക്കുന്ന സെറുബാബേലിനെ കുറിച്ച് 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതാണ് 2-ാമത്തെ ഒലിവ് മരം. അപ്പോൾ ഈ വാക്യങ്ങളിൽ നാം 2 ഒലിവ് മരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ 2 പേരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ജോഷുവയെ കുറിച്ചും, മഹാപുരോഹിതനായിരിക്കുന്ന ജോഷുവ, 2ാമത് ഗവർണർ ആയിരിക്കുന്ന അന്നത്തെ ന്യായാധിപനോ അല്ലെങ്കിൽ അധികാരിയായിരിക്കുന്ന സെറുബാബേലിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ യോശുവ മഹാപുരോഹിതനായതുകൊണ്ട് മഹാപുരോഹിത ശുശ്രൂഷകൾ അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയായിട്ടും, മറുവശത്ത് സെറുബാബേല് ഒരു രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു അധികാരിയായിട്ടുമാണ് ഗവേണിംഗ് അതോറിറ്റി ആയിട്ടാണ് ഇസ്രായേൽ ജനത്തോട് ചിത്രീകരിക്കുന്നത്. അവരെ ആ രീതിയിലാണ് ദൈവം ഒരുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു വാക്യം നാം വായിച്ചു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അപ്പോൾ ദൈവാത്മാവാണ് ഇവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത്, പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേൽ ജനത്തോട് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഈ അധ്യായത്തിലൂടെ സെക്കറിയാവ് ദൈവവചനം സംസാരിക്കുകയാണ്. അപ്പോൾ നാം കണ്ടു ലാംപ് സ്റ്റാൻഡ്, നിലവിളക്കിനെ കുറിച്ച് കണ്ടു, ഓയിൽ, എണ്ണയെക്കുറിച്ച് കണ്ടു, സെറുബാബേലിനോട് സംസാരിച്ച വിഷയങ്ങൾ കണ്ടു. ആ ജനത്തോട് എന്താ സംസാരിച്ചത്? ചെറിയ തുടക്കമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം അതിനെ പൂർത്തീകരിക്കും. പിന്നീട് 2 വ്യക്തിത്വങ്ങൾ, 2 ഒലിവ് മരങ്ങൾ കാണുന്നത് യോശുവയും സെറുബാബേലും. ഇതാണ് ഇതിൻ്റെ ഒരു ഇസ്രായേൽ പശ്ചാത്തലം നാം മനസ്സിലാക്കുവാൻ വേണ്ടി. ഇനിയും നാം നമ്മോടുള്ള ബന്ധത്തിൽ നാം ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നാം പ്രവേശിക്കേണ്ടത് അത്യാവശ്യ കാര്യങ്ങളാണ്. ഇനിയും നാം അതിൻ്റെ 4-ാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ ഇത് എത്രാമത്തെ ദർശനമാണ് നാം പഠിക്കുന്നത്? 1-ാമത്തെ, 6-ാമത്തെ, 5-ാമത്തെ ദർശനമാണ് ഈ 4-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്. 4 ദർശനങ്ങൾ 3 അധ്യായത്തിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് പോകുവാനുള്ള സമയം നമുക്കില്ല. ഇത് 5-ാമത്തെ ദർശനമാണ്. ദിസ് ഇൻ ചാപ്റ്റർ 4 ഈസ് ദ 5th വിഷൻ ഗിവൻ ടു പ്രോഫറ്റ് സെക്കറിയ. അപ്പോൾ അത് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇനിയും നാം പഠിച്ചു വന്ന അധ്യായങ്ങൾ മനസ്സിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് റിലേഷൻസ് നമുക്ക് കിട്ടും. അതുമായിട്ട് നമുക്ക് പഠിക്കുവാൻ എളുപ്പത്തിൽ കുറച്ച് റിലേഷൻസ് കിട്ടും. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2-ാം അധ്യായം നാം പഠിച്ചതാണ്, 3-ാം അധ്യായം നാം പഠിച്ചതാണ്. 2-ാം അധ്യായത്തിൽ നാം ഒരു തീമതിലിനെ കുറിച്ച് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും. തീമതിൽ, അല്ലെ? വാൾ ഓഫ് ഫയർ, അല്ലെ? 3-ാം അധ്യായത്തിൽ നാം ഒരു സാത്താന് കുറ്റപ്പെടുത്തുന്നതും കർത്താവായ യേശു ക്രിസ്തു അതിനെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നു, അല്ലെ? അപ്പോൾ ആ തീമതിൽ ആരെ കാണിക്കുന്നതെന്നറിയാമോ? തീമതിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, പിതാവായ ദൈവത്തെ കാണിക്കുന്നതാണ്. 2-ാം അധ്യായത്തിൽ ഗോഡ് ദ ഫാദർ, ഓക്കെ, തീമതിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സുരക്ഷിതത്വം കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ആ രീതിയിൽ നമുക്ക് ആത്മീകമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കും. 3-ാം അധ്യായത്തിലേക്ക് നാം വന്നപ്പോൾ നാം പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തു ഈ സാത്താന്റെ കുറ്റപ്പെടുത്തലിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു, ജോഷുവയെ രക്ഷിക്കുന്ന ഒരു വിഷയം, ബ്ലോക്ക് ചെയ്യുന്ന വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. അഡ്വക്കേറ്റ് ആയിട്ട്, നമ്മുടെ വക്കീലായിട്ട്, മധ്യസ്ഥനായിട്ട്, ഇന്റർസീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ശുശ്രൂഷ ആരുടെയാ? ഗോഡ് ദ സൺ. 2-ാം അധ്യായം ഗോഡ് ദ ഫാദർ തീമതിലായിട്ട്, 3-ാം അധ്യായം ഗോഡ് ദ സൺ ആസ് എൻ ഇന്റർസീഡർ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നാം വായിച്ച വാക്യങ്ങൾ അനേകമുണ്ട്. അവിടെ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്
ഈസ് സപ്ലൈയിങ് ഡിവൈൻ സ്ട്രെങ്ത് ഇൻ ദ ബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ. ഇതിനകത്ത് കോർ വിഷയം എന്തുവാ? ബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ. അതൊരിക്കലും മറക്കരുത്. ദേവാലയത്തിന്റെ റീബിൽഡിംഗ് ആണ് നടക്കുന്നത്. ആക്ഷരികമായിട്ട് ഇസ്രായേൽ ജനം അത് ചെയ്യുന്നു. നമ്മോടുള്ള ബന്ധത്തിൽ നാം ദേവാലയം ആത്മികമായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, പണിയുവാൻ വേണ്ടി കടപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, അത് ആ ദൈവത്തിന്റെ ശുശ്രൂഷ ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ ഒരു 2, 3, 4 അധ്യായങ്ങൾ നാം ചിന്തിച്ചാൽ ഒരു ത്രിയേക ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. 2-ാം അധ്യായത്തിൽ പിതാവായ ദൈവം തീമതിലായിട്ട് സുരക്ഷിതത്വമേകുന്നു. 3-ാം അധ്യായത്തിൽ പുത്രനായിരിക്കുന്ന ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് മധ്യസ്ഥത വഹിക്കുന്നു. 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവായിട്ടുള്ള ദൈവം നമുക്ക് ദിവ്യമായിട്ടുള്ള ദൈവീക ശക്തിയേകുന്നു. ഈ പണികൾ, ആലയം പണിയുവാനും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും ആ വിഷയം നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഇനിയും അതിൻ്റെ 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ നാം വായിച്ച വാക്യത്തിൽ നമുക്ക് അവിടെ മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഫുൾ ഗോൾഡ്, ലാംപ് സ്റ്റാൻഡ്, കാൻഡിൽ സ്റ്റിക്ക് ഓഫ് പ്യോർ ഗോൾഡ്. അതിനകത്ത് ആ ഒരു സ്വർണത്തിന് നാം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വർണ്ണക്കടക്കാരൊക്കെ 916 എന്ന് പറയും. എനിക്കറിഞ്ഞുകൂടാ ഇവിടെ ഏത് ക്യാരറ്റാണ് പറയേണ്ടത്. എന്നാൽ ഇതിലും പ്യുവർ ആയിട്ടുള്ള ഗോൾഡിന്റെ ഒരു ചിത്രീകരണം നമുക്കില്ല എന്ന് ധരിക്കുക. ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് ഗോൾഡ് ആണ് അവിടെ നാം കാണുന്നത്. അപ്പൊ അതിനെ കാഴ്ചവെക്കുന്ന എന്തൊക്കെയാണ്? ലാംപ് സ്റ്റാൻഡ് ദൈവവചനത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം നാം പഠിച്ചതാണ്. അതിന്റെ ഒരു വാക്യം നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 20-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം നമുക്കൊന്ന് വായിച്ചാൽ അവിടെ നിന്ന് ഈ നിലവിളക്ക് അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വിളക്ക് തണ്ട്, കാൻഡിൽ സ്റ്റിക്ക്, ഇതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം അധ്യായം 20-ാം വാക്യം. അപ്പൊ നിലവിളക്ക് സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സഭയെ സൂചിപ്പിക്കുന്ന വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ വാക്യം വായിക്കുമ്പോൾ. സോ ലാംപ് സ്റ്റാൻഡിനെ കുറിച്ച് നാം ഇവിടെ വായിക്കുമ്പോൾ ദാറ്റ് ഈസ് പോയിന്റിങ് ടുവേർഡ്സ് ദ ചർച്ച്. ഇന്ന് നാം നോക്കുമ്പോൾ സഭയെ സൂചിപ്പിക്കുന്ന, സഭ എന്താണ്? ക്രിസ്തുവിന്റെ ശരീരമാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. സഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്ന വിഷയമാണ്. അത് മനസ്സിൽ വെക്കുക. ഗോൾഡ്, പ്യോർ ഗോൾഡ്, പൂർണ്ണമായിട്ടുള്ള സ്വർണം എന്തിനാണ് കാണിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. വെളിപ്പാട് 3:18. അവിടെ ഈ സ്വർണത്തിന്റെ തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. അപ്പോൾ ഈ പ്യോർ ഗോൾഡ് എങ്ങനെ ഉണ്ടാവുന്നേ? അത് തീയിലൂടെ കടന്നു വരണം. അപ്പൊ ഈ പ്യോർ ഗോൾഡ് സൂചിപ്പിക്കുന്നത് ഡിവൈൻ നേച്ചർ, ഏറ്റവും ശുദ്ധിയുള്ള ദൈവീക സ്വഭാവത്തെ കാഴ്ചവെക്കുന്ന ഒരു വിഷയമാണ്. അത് മനസ്സിൽ വെക്കുക. ലാംപ് സ്റ്റാൻഡ് സഭയെ സൂചിപ്പിക്കുന്നു. ഗോൾഡ്, സ്വർണം, ഈ നമ്മുടെ ഡിവൈൻ നേച്ചർ, ഏറ്റവും ശുദ്ധിയുള്ള പവിത്രമായിട്ടുള്ള സ്വഭാവത്തെ കാഴ്ചവെക്കുന്നതാണ്. 7 ലാംപ്സ് നമുക്കറിയാം. 7 വിളക്കുകൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അത് ഈ സഭയെക്കുറിച്ച് കംപ്ലീറ്റ് വിറ്റ്നസ് ഓഫ് ദ ചർച്ച്. ഈ സഭ ഈ അന്ധകാര ലോകത്തിൽ വിളക്ക് പോലെ ശോഭിക്കുന്ന വിഷയത്തെ കാണിക്കുന്നതാണ്. 7 ഒരു പൂർണ്ണ സംഖ്യയാണ് നമുക്കറിയാം. ആ വിഷയത്തെ കാണിക്കുന്നതാണ്. വിളക്ക് പോലെ പ്രകാശം പരത്തുന്ന സഭകൾ, അതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നീട് നാം വായിക്കുന്നത് എണ്ണയെക്കുറിച്ചാണ്. അത് സാധാരണ ഓയിലല്ല, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഓയിൽ. ഈ വാക്യം നാം വായിക്കുമ്പോൾ അതിനകത്ത് യാതൊരു കുറവ് വരുന്നില്ല. റെഗുലർലി ആ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്യങ്ങൾ ഒന്നിൽ കൂടുതൽ വാക്യങ്ങളുണ്ട്, അതുകൊണ്ട് നാം അത് എടുത്ത് വായിക്കണമെന്നില്ല. എന്നാൽ എണ്ണ അവിടെ കാണിക്കുന്നത് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പൈപ്സിലൂടെ. അത് കാണിക്കുന്നത് റെഗുലർ സപ്ലൈ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ ഒരു താക്കോൽ വാക്യമായിട്ട് നമുക്ക് മനസ്സിൽ ഓർക്കുവാൻ കഴിയുന്നത് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം തന്നെയാണ്. അതിന്റെ അവസാന ഭാഗം, നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട്
ബൈ മൈ സ്പിരിറ്റ് സേസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്. അത് 6-ാം വാക്യം തന്നെയാണ്. സൈന്യത്താലെ അല്ല, ശക്തിയാലെയുമല്ല, എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ കീ വേഴ്സ് ആയിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് മനസ്സിൽ നാം ആവർത്തിച്ച് എത്ര തവണ പറയാമോ അത് വെക്കുക. അതാണ് ഇതിന്റെ ഈ അധ്യായത്തിന്റെ തന്നെ ആകത്തുക. അതാണ് പരിശുദ്ധാത്മാവ് ആണ് സകലതും നിയന്ത്രിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ആത്മാവാണ്. മനുഷ്യന്റെ ബലത്താലല്ല, മനുഷ്യന്റെ എന്തെങ്കിലും കഴിവിനാലല്ല, മനുഷ്യന്റെ ധനത്താലല്ല, മനുഷ്യന്റെ എന്തെങ്കിലും താലന്ത് കൊണ്ടല്ല ഈ കാര്യങ്ങളൊക്കെയും നടക്കുന്നത്, മറിച്ച് എൻ്റെ ആത്മാവിനാൽ. ആ വിഷയം വളരെ ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു അധ്യായമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നാം ചിന്തിച്ചു നിലവിളക്കും ആ എണ്ണയെക്കുറിച്ചും കാര്യങ്ങളൊക്കെയും നമുക്ക് ചിന്തിക്കുവാൻ സാധിച്ചു. ഇവിടെ അതിൻ്റെ 7-ാം വാക്യം 6-ാം വാക്യം നാം വായിച്ചു. 7-ാം വാക്യവും 8-ാം വാക്യവും ഒന്ന് വായിക്കാം. 7-ാം വാക്യം ആദ്യം ഒന്ന് വായിക്കാം. മതി. അപ്പൊ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വാട്ട് ആർ യു ഓർ ഗ്രേറ്റ് മൗണ്ടൻ? സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ? ആ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇസ്രായേലിനോട് ബന്ധത്തിൽ അവർക്ക് വലിയ തടസ്സങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, ഇന്ന് നാം സഭയെ പണിയുവാൻ പോകുമ്പോൾ വലിയ പർവ്വതങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കാം, വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കാം, വലിയ തടസ്സങ്ങൾ ഈ മഹാപർവ്വതം പോലെ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കാം. 7-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവാത്മാവ് അവിടെ പറയുന്നത് എന്താണ്? അതെങ്ങനായി തീരും? ദാറ്റ് വിൽ ബിക്കം എ പ്ലെയിൻ. അത് സമഭൂമിയായി തീരും. ആ പർവ്വതം അവിടെ ഇല്ലാതെ പോകും. പർവ്വതമേ നീ ആർ? അത് നിനക്ക് നിലനിൽപ്പില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലവും ശക്തിയും ഉണ്ടെങ്കിൽ ഈ പർവ്വതം, ഈ തടസ്സങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് ഇവിടെ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തടസ്സങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ മാറ്റപ്പെടും. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ദൈവസഭയിൽ, ദേവാലയത്തിൽ, ദൈവ ആത്മ നിറവിൽ ദൈവജനം പ്രവർത്തിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറും. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എത്ര തടസ്സങ്ങളാണ് ദൈവജനം അനുഭവിക്കുന്നത്. ചിലപ്പോൾ കേരളത്തിൽ നമുക്ക് അത്തരത്തിലുള്ള തടസ്സങ്ങളെ കുറിച്ചുള്ള പൂർണ്ണഗ്രാഹ്യമില്ലായിരിക്കും. നമ്മുടെ തടസ്സങ്ങൾ കൂടുതലും ഇന്റേണൽ ആണ്. നമ്മുടെയൊക്കെയും പ്രയാസങ്ങളും തടസ്സങ്ങളും നാം വിചാരിക്കുന്നത് സഭയ്ക്ക് ഉള്ളിലുള്ള തടസ്സങ്ങളാണ് പലപ്പോഴും നാം തടസ്സങ്ങളായിട്ട് പറയുന്നത്. നാം വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ, പ്രതികൂല സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് തടസ്സങ്ങൾ പുറമേ നിന്നാണ് വരുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥമായിട്ടുള്ള പെർസിക്യൂഷൻ അല്ലെങ്കിൽ പീഡനങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ ചിന്തിച്ചിട്ട് വേണം നാം ചിന്തിക്കാൻ. ഈ തടസ്സങ്ങൾ ദൈവാത്മാവിന്റെ മുൻപിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ മുൻപിൽ ഒന്നുമില്ല. അത് ഈ ലോകത്തിന് മനസ്സിലാവത്തില്ല. എന്നാൽ ദൈവാത്മാവ് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഓ ഗ്രേറ്റ് മൗണ്ടൻ? നത്തിങ്. യു ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. യു വിൽ ജസ്റ്റ് ബിക്കം ലൈക്ക് എ പ്ലെയിൻ. നീ ഒരു സമഭൂമിയായി തീരും എന്നുള്ളത് ദൈവാത്മാവ് പറയുകയാണ്. എന്നാൽ അവിടെ മറ്റൊരു പദം ശ്രദ്ധേയമാണ്. ആ വാക്യത്തിൽ, 7-ാം വാക്യത്തിൽ, ഹി വിൽ ബ്രിങ് ഫോർ ദ ടോപ്പ് സ്റ്റോൺ വിത്ത് ഷൗട്ട്സ് ഓഫ് ഗ്രേസ് ഗ്രേസ് ടു ഇറ്റ്. അതിന് കൃപ എന്ന് ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെഡ് സ്റ്റോൺ കയറ്റുന്ന എങ്ങനെയാണ്? ഗ്രേസ് ടു ഇറ്റ്. ഈ ഒരു പദം അതിന്റെ അർത്ഥത്തിൽ പഴയ നിയമത്തിൽ അധികം ഉപയോഗിച്ചിട്ടില്ല. നാം പഴയ നിയമം മൊത്തം പരിശോധിച്ചാൽ ഈ കൃപ എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിന്റെ കൃപയുടെ അർത്ഥത്തിൽ പഴയ നിയമത്തിൽ കൃപ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു പുസ്തകത്തിൽ, ഈ പ്രവചനത്തിൽ ഒന്നിൽ കൂടുതൽ തവണ, 2 തവണ ഈ അധ്യായങ്ങളിൽ നാം ഈ പദം കാണുന്നുണ്ട്, കൃപയെക്കുറിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തികൾ കൃപയാലുള്ള പ്രവർത്തികൾ കൂടെയാണ്. നാം ആലയത്തിന്റെ പണികൾ നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ ആലയം ആത്മീകമായിട്ട് പണിയുവാൻ നമ്മുടെ ശ്രമങ്ങൾ ചെയ്യുമ്പോൾ, ദൈവാത്മാവ് കൃപയോടെയാണ് ഇത് ആരംഭിക്കുകയും കൃപയോടെയാണ് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. കൃപ ഗ്രേസ് ടു ഇറ്റ്. അത് അവസാനം വരെയും ദൈവാത്മാവ് കൊണ്ടുപോകും എന്നുള്ള ഒരു
ബോധ്യം നമുക്കുണ്ടാകണം. സോ കൃപയോടെയാണ് ദൈവാത്മാവ് ദൈവസഭ പണിയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കുക. 8ഉം 9ഉം വാക്യങ്ങൾ. ദൈവനാമത്തിന്റെ മഹത്വം. ഇവിടെ നാം ചിന്തിച്ചു, സെറുബാബേലിന്റെ കൈകൾ അടിസ്ഥാനമിട്ടു, സെറുബാബേൽ തന്നെ അതിനെ നിവർത്തിക്കും. ആക്ഷരികമായിട്ട് ഇസ്രായേൽ ജനത്തിലുള്ള ബന്ധത്തിൽ അവരോട് അത് സംസാരിക്കുന്നു. നമ്മോട് സംസാരിക്കുന്നത് സെറുബാബേൽ അവിടെ അടിസ്ഥാനമിട്ടു, അവന്റെ കൈകൾ തന്നെ അത് പൂർത്തീകരിക്കും എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മിറർ ചെയ്യുന്ന ഒരു വാക്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കാഴ്ചവെക്കുന്ന ഒരു വാക്യമാണ്. സഭയെ പണിയുന്നത് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അതിനെ അതിന്റെ അടിസ്ഥാനം ആരാണ് ഇടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം അടിസ്ഥാനമായിട്ട് തുടങ്ങിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കർത്താവ് തന്നെ പൂർത്തീകരിക്കും. അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. ദി ഹാൻഡ്സ് ഓഫ് സെറുബാബേൽ ലേഡ് ദ ഫൗണ്ടേഷൻ ആൻഡ് ഹിസ് ഹാൻഡ്സ് വിൽ ഫിനിഷ് ഇറ്റ്. ആത്മീകമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അടിസ്ഥാനമിട്ട ദൈവസഭയാണെങ്കിൽ അതിന്റെ പൂർത്തീകരണം ആരായിരിക്കും? നമ്മുടെ കർത്താവ് തന്നെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അതിനെ കൊണ്ടുപോകും. ദൈവം തുടങ്ങിയ പ്രവൃത്തിയാണെങ്കിൽ ദൈവം തന്നെ അതിനെ പൂർത്തീകരിക്കും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം പരിചയമുള്ള വാക്യമാണ്. വാട്ട് ഗോഡ് ബിഗിൻസ് ഹി കംപ്ലീറ്റ്സ്. യഹോവ തുടങ്ങുന്നത്, ദൈവം തുടങ്ങുന്ന പ്രവൃത്തി ദൈവം ഒടുവിലേക്ക്, അവസാനത്തിലേക്ക് കൊണ്ടുപോകും. പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്, അല്ലെ? ഇത് എങ്ങനെ പോകും, സഭ എങ്ങനെ മുമ്പോട്ട് പോകും? ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കാറുണ്ട്, എന്തായി തീരും നമ്മുടെ ഈ സഭയുടെ അടുത്ത 5 വർഷം 10 വർഷങ്ങൾ? അറിഞ്ഞോ അറിയാതെയോ നാം പറഞ്ഞു പോകാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. എന്നാൽ നാം ഓർക്കേണ്ട ഒരു വസ്തുത, ഈ സഭയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതും ആ കർത്താവ് തന്നെയാണ്. ഹിസ് ഹാൻഡ്സ് ഹാസ് സ്റ്റാർട്ടഡ്, ഹിസ് ഹാൻഡ്സ് വിൽ ഫിനിഷ് ദ വർക്ക്. ആ ഒരു സത്യം നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇനി അതിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വേഴ്സ് 10. ഇവിടെ 10-ാം വാക്യത്തിൽ നാം പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം കാണുന്നു. ഫോർ ഹൂ ഹാസ് ഡിസ്പൈസ്ഡ് ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങൾ, ചെറുതായി തുടങ്ങുന്ന കാര്യങ്ങൾ നാം പലപ്പോഴും തുച്ഛീകരിച്ച് കാണുന്നവരാണ്. ചെറിയ തുടക്കങ്ങൾ, ചെറുതായി തുടങ്ങുന്ന കാര്യങ്ങൾ നാം നിരസിക്കാറുണ്ട്, നാം അതിനെ റിജക്റ്റ് ചെയ്യാറുണ്ട്, അതിന് വലിയ വിലയൊന്നും നാം കൊടുക്കാറില്ല. നമ്മുടെ ഒരു കൂട്ടം തന്നെ എടുത്തു നോക്കുക, ലോകത്തിൽ എത്ര പേരാണ് ഇതിന് വില കൊടുക്കുന്നത്? എത്ര പേർക്ക് ഈ കൂട്ടത്തെക്കുറിച്ച് അറിയാതിരിക്കുന്നവരുണ്ടെന്നറിയാമോ? നമുക്ക് തന്നെ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്ര മൈനോറിറ്റി ആയിട്ട് കഴിയുന്നവരാണ് നാം ഒക്കെയും. ചെറിയ കൂട്ടമാണ്, ചെറിയ തുടക്കങ്ങളാണ്. എന്നാൽ ദൈവാത്മാവ് ഇവിടെ പറയുന്നത് ഹൂ ഹാസ് ഡിസ്പൈസ്ഡ് ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്. അവിടെ ചെറുതായി തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നിരസിക്കുവാൻ പാടില്ല. കാരണം ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം അതിനെ തുച്ഛീകരിച്ച് ചെറുതായിട്ട് കാണുന്നില്ല. കാരണം തുടക്കം ദൈവമാണ് ഇട്ടത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഓഫൻ ലുക്സ് സ്മോൾ ആൻഡ് ഡെസ്പൈസ്ഡ്. ക്രിസ്തുവിൻ്റെ ശരീരം പലപ്പോഴും പുറമേ കാണുമ്പോൾ ചെറുതായിട്ടേ തോന്നിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ജെന്യുവിൻ ആയിട്ടുള്ള, ട്രൂ ആയിട്ടുള്ള ദൈവവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അത് എപ്പോഴും ഒരു ചെറിയ കൂട്ടമായിരിക്കും, ഏറ്റവും ഒരു ചെറിയ നമ്പർ ആയിരിക്കും. ഈ ലോകത്തിൽ നമുക്ക് അനേകം കൂട്ടരെ കാണുവാൻ സാധിക്കും. പക്ഷെ എല്ലാവരും ഈ ദൈവത്തിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് നമുക്ക് അവകാശം പറയുവാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത്, ജെനുവിൻലി ദൈവസഭ എന്ന് പറയുന്നത് ചെറിയൊരു കൂട്ടമാണ്. അതിനെ നമുക്ക് വില കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, ധൈര്യപ്പെട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം അതിൻ്റെ നമ്പറിലല്ല ഊന്നൽ കൊടുക്കേണ്ടത്, അതിൻ്റെ ക്വാളിറ്റിയിലാണ് ഊന്നൽ കൊടുക്കേണ്ടത്. മറ്റൊരു പദം നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു കാണും. അവിടെ സെറുബാബേലിന്റെ കയ്യിലൊരു കാര്യമുണ്ട്. There is a plumb line in the hand of Zerubbabel. മലയാളത്തിൽ നാം വായിക്കുന്നത് സെറുബാബേലിന്റെ കയ്യിലുള്ള
തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. അതെന്താ എത്ര സന്തോഷിക്കുവാനുള്ള കാര്യം? സെറുബാബേലിന്റെ കയ്യിൽ there is a plumb line, ഒരു തൂക്കുകെട്ടയുണ്ട്. അത് കണ്ട് വളരെ സന്തോഷം അവിടെ ദൈവാത്മാവിന് ഉണ്ടാകുന്നു. സെഖര്യാവ് അത് രേഖപ്പെടുത്തുകയാണ്. എന്താണ് അതിന്റെ കാരണം? തൂക്കുകെട്ട എന്തിനെയാ സൂചിപ്പിക്കുന്നത്? എന്താണത്? എന്താ വായിച്ചത്? പ്ലംബ് ലൈൻ. കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അറിയാം അല്ലെ, ഇങ്ങനെ ഒരു നൂലൊക്കെ കെട്ടി, ഓക്കെ, ദർ ഇസ് എ പ്ലംബ് ലൈൻ. കുറച്ച് കട്ടകളൊക്കെ പാകി വെച്ചിട്ട് ഈ മേശിരി ചെയ്യുന്നത്, മെക്കാഡ് ചെയ്യത്തില്ല, മേശിരി ചെയ്യുന്നത് എന്താണ്? ഒരു ലൈൻ മുഴുവനായിട്ട് കിടത്തില്ല, കുറച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ അത് പിടിച്ചു നോക്കും, അത് സെയിം ലൈനിലാണോ, അതിന്റെ ലെവലൊക്കെ കറക്റ്റ് ആണോ, അല്ലെ? അതിന്റെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് തൂക്കുകെട്ട. അപ്പോൾ ഇവിടെ സെറുബാബേൽ എന്ന ഗവർണർ അധികാരിയുടെ കയ്യിൽ തൂക്കുകെട്ട കണ്ടിട്ട് സന്തോഷിക്കുകയാണ് അവിടെ ദൈവാത്മാവ്. എന്താണ് അതിന്റെ കാരണം? നമ്മുടെ സഭയുടെ പണിയുമായിട്ട് ചിന്തിക്കുക. നാം സഭ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് മനസ്സിൽ എപ്പോഴും വെക്കുക. അപ്പോൾ നാം ദൈവസഭ ക്രിസ്തുവിന്റെ ശരീരം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പണിയുന്ന ശുശ്രൂഷകന്മാർ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, മേശ്രിമാർ, അല്ലെങ്കിൽ പുരോഹിതന്മാർ, അല്ലെങ്കിൽ ഈ പറയുന്ന സെറുബാബേലിന്റെ സ്ഥാനത്തുള്ള നാം ഒക്കെയും എന്താ ചെയ്യേണ്ടത്? ഈ തൂക്കുകെട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ പലപ്പോഴും നമ്മുടെ സഭകളൊക്കെ ചെറുതായിട്ട് ഇരിക്കുന്നത്. there should be a plumb line. അത് കാണുമ്പോൾ ദൈവാത്മാവിന് സന്തോഷമാണ്. ആർക്കും എന്തും ഏത് രീതിയിലും ഇവിടെ പണിയുവാൻ സാധ്യമല്ല, ഏത് രീതിയിലും ഇവർ പ്രവേശിക്കുവാൻ സാധ്യമല്ല, എന്തും ചെയ്ത് ദൈവസഭ പണിയുവാൻ സാധ്യമല്ല. ഇവിടെ ചില റൂൾസ് ഉണ്ട്, ഇവിടെ ചില കണക്കുകളുണ്ട്, ഇവിടെ ചില ലൈൻസ് ഒക്കെ ഉണ്ട്. അത് എല്ലാം നാം പാലിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ദൈവാത്മാവ് സന്തോഷിക്കുന്നത്. നീ ഇവിടെ ക്വാണ്ടിറ്റിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എങ്ങനെയും ഇത് പണിഞ്ഞു തീർക്കാനല്ല നീ ആഗ്രഹിക്കുന്നത്. സെറുബാബേല് അത് കൃത്യമായിട്ട് പണിയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മോടുള്ള ബന്ധത്തിൽ ഈ തൂക്കുകെട്ട, ഈ പ്ലംബ് ലൈൻ നാം എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കണം. ദൈവസഭ പണിയുമ്പോൾ വളരെ കൃത്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് ദൈവസാക്ഷ്യത്തിനും ദൈവവചനത്തിനും അടിസ്ഥാനപ്പെട്ട് ആ റൂൾസ് ഒക്കെ പാലിക്കുന്നുണ്ടോ നോക്കി ആ തൂക്കുകെട്ട കയ്യിൽ വെച്ച് വേണം സഭയുടെ നേതൃത്വം മുമ്പോട്ട് പോകുവാൻ, സഭയെ പണിയുവാൻ വേണ്ടി. അത് ദൈവാത്മാവ് നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട്. അതിലൂടെ ഗ്ലാഡ് എന്നാ പറയുന്നത്, സന്തോഷിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തിന് എത്ര ബ്രിക്സ് നീ പണിഞ്ഞു എന്നുള്ളതിലല്ല സന്തോഷം. ആ ദേവാലയത്തിൽ എത്ര കട്ടകൾ നീ പാകി, ഇന്നത്തെ ദിവസം എത്ര ജനങ്ങൾ അതിനകത്ത് വന്നു എന്നുള്ളതല്ല വിഷയം. അവിടെ തൂക്കുകെട്ട കയ്യിലുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നാം ഓർത്ത് ആ രീതിയിൽ മുമ്പോട്ട് പോകണം. അപ്പോൾ ഈ അധ്യായം വായിക്കുമ്പോൾ, ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് നീതിയിലും വിശ്വസ്തതയിലും ഊന്നൽ കൊടുത്തു വേണം നാം ദേവാലയം പണിയുവാൻ വേണ്ടി. ആ സംഖ്യയിലും അതിന്റെ വലുപ്പത്തിലും അല്ല നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അനേകം സംഖ്യയിലും വലുപ്പത്തിലും വലുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഈ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സംഖ്യയിൽ കുറഞ്ഞു പോയാലും, അല്പം കുറവാണെങ്കിലും തൂക്കുകെട്ട കയ്യിൽ പിടിച്ച് നീതിയോടെ വിശ്വസ്തയോടെ പണിയുവാനാണ് ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. പിന്നെയും ഈ 11, 12, 13, 14 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വിൽ റീഡ് വേഴ്സസ് 11 down to 14. ഒരിക്കൽ കൂടി വായിക്കാം. അതിന് ഞാൻ അവരോട് വിളക്കുതണ്ടിന് ഇടതുഭാഗത്തും വലതുഭാഗത്തും രണ്ട് ഒലിവ് മരങ്ങൾ. അതൊന്ന് ഓർക്കുക. അടുത്തത് ഞാൻ രണ്ടാം പ്രാവശ്യം അവരോട് പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ നിറമായ എണ്ണ ഒഴുകുന്നു, 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷേക്തന്മാർ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നാം ചിന്തിച്ചതാണ്. 2 ഒലിവ് ട്രീസ്, 2 ഒലിവ് മരങ്ങൾ. അത് ആരെ സൂചിപ്പിക്കുന്നതാണ്? 2 വ്യക്തികളെ സൂചിപ്പിക്കുന്നതാണ്. ആ കാലഘട്ടത്തിൽ നാം ചിന്തിച്ചു, ജോഷുവ, മഹാപുരോഹിതനായിരിക്കുന്ന ജോഷുവയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒലിവ് മരം സെറുബാബേൽ, ഗവർണർ ആയിരിക്കുന്ന സെറുബാബേലിനെ സൂചിപ്പിക്കുന്നു. ജോഷുവ ആരായിരുന്നു? മഹാപുരോഹിതനായിരുന്നു ആ കാലഘട്ടത്തിൽ. സെറുബാബേൽ ആരായിരുന്നു? ഗവർണർ ആയിരുന്നു, ന്യായാധിപൻ അല്ലെങ്കിൽ അധികാരിയായിരുന്നു. ഇത് 2 ശുശ്രൂഷയാണ് കാണിക്കുന്നത്. ആരുടെ? കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒലിവ് മരങ്ങൾ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2 ശുശ്രൂഷകളെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. ഒന്ന്,
ജോഷുവ മഹാപുരോഹിതനാണ്. അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ദ പ്രീസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പുരോഹിത ആ ശുശ്രൂഷയെ കാഴ്ചവെക്കുന്ന ആ ഒരു ഒലുംബരവും, രണ്ടാമത്തേത് ജീസസ് ക്രൈസ്റ്റ് ദ കിങ്, രാജാവായിട്ട് വാഴുന്ന നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ശുശ്രൂഷയും. ഈ രണ്ട് കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന ആ വിഷയങ്ങളാണ് നമുക്ക് നമ്മുടെ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്നത്. പിന്നീട് അവിടെ നാം വായിച്ചു സൺസ് ഓഫ് ഫ്രഷ് ഓയിൽ. അവിടെ മലയാളത്തിൽ എങ്ങനെയാണ് നാം വായിക്കുന്നത്? പുതിയ എണ്ണയുടെ അല്ലെങ്കിൽ പുത്രന്മാർ, അങ്ങനെയാണ് വായിക്കുന്നത്. എണ്ണ എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പുതിയ എണ്ണയുടെ അല്ലെങ്കിൽ ഫ്രഷ് ഓയിലിന്റെ പുത്രന്മാരായിട്ടാണ് ഈ രണ്ടുപേരെയും നാം അവിടെ കാണുന്നത്. എന്താണ് ഫ്രഷ് ഓയിൽ കാണിക്കുന്നത്? ഈ പീപ്പയിൽ അല്ലെങ്കിൽ പാട്ടയിലുള്ള എണ്ണയല്ല, നമ്മൾ ക്യാനിൽ പിടിച്ചു വെക്കുന്ന എണ്ണയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവിടെ ആ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ പൈപ്പിലൂടെ. അത് പ്രത്യേകം മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഫ്രഷ് അനോയിന്റിങ്. അവർ അഭിഷിക്തന്മാരാണെന്ന് നാം വായിച്ചു 14 വാക്യത്തിൽ. അവർക്ക് ദൈനംദിനം അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാ നിമിഷവും അഭിഷേകം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കുകയില്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത്, എനിക്ക് ഇന്നലെ ഒരു ആത്മീക അനുഭവം ഉണ്ടായിരുന്നു. ആത്മീയമായി ചിന്തിക്കുക. മിനിഞ്ഞാന്ന് ഞാൻ നല്ല ആത്മീക നിലവാരത്തിലായിരുന്നു. ഇന്ന് എനിക്കൊരു മൂഡില്ല. 2 വർഷം മുമ്പ് ഞാൻ ചില ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങളില്ല. അതല്ല ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇവിടെ നാം വായിക്കുന്നത് പുതിയ എണ്ണ നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ ഡെയിലി ഫ്രഷ് അനോയിന്റിങ് ഉദ്ദേശിക്കുന്നത്. അത് നിരന്തരമായിട്ട് നമുക്ക് എത്ര നാൾ ജീവനുണ്ടോ നമ്മുടെ ശുശ്രൂഷ നാം ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താണ് ദൈവിക ശുശ്രൂഷ? സൺസ് ഓഫ് ഫ്രഷ് ഓയിൽ. നമ്മളുള്ള ബന്ധം ചിന്തിക്കുമ്പോൾ ആ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കണം. എണ്ണ ആരെയാ സൂചിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ സപ്ലൈ ആണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു നിറവിൽ നിറഞ്ഞ് നാം പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഇന്നലെ പ്രവർത്തിച്ചത് നല്ലതാണ്, കഴിഞ്ഞ മാസം പ്രവർത്തിച്ചത് നല്ലതാണ്. എന്നാൽ ഇന്നും ഈ നിമിഷവും അടുത്ത നിമിഷങ്ങളിലും ഞാൻ ആ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതിനൊരു അവസാനമില്ല. അതിനെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് നാം ഈ സൺസ് ഓഫ് ഫ്രഷ് ഓയിൽ, പുതിയ എണ്ണ അല്ലെങ്കിൽ ഒഴുകുന്ന എണ്ണയെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ. മറ്റൊരു കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ 2 ഒലിവ് മരത്തിൽ നിന്നാണ് ഈ എണ്ണയുടെ സ്രോതസ്. ഈ 2 ഒലിവ് മരത്തിൽ നിന്നാണ് ഈ എണ്ണ ഒഴുകി ആ പൈപ്പിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ബ്രാഞ്ചസിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എന്താ അതിനെ സൂചിപ്പിക്കുന്നത്? എങ്ങനെയാ ഈ എണ്ണ ഒഴുകുന്നത്? ഒലിവ് മരത്തിൽ നിന്ന് ആ എണ്ണ ഒഴുകി വരണമെങ്കിൽ ആ മരത്തിന് എന്ത് സംഭവിക്കണം? മുറിവ് സംഭവിക്കണം. അതിനെ ഉടച്ച് ഞെക്കി ഞെരുങ്ങി അമക്കി ചതഞ്ഞ് വേണം ആ എണ്ണ. അറിയേ, എണ്ണ അങ്ങനെയല്ലേ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോ ആ എണ്ണ എക്സ്ട്രാക്ട് ചെയ്ത് അതും നിരന്തരമായിട്ട് വരണം. 2 ഒലിവ് മരങ്ങൾ അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് ക്രഷ് ചെയ്ത് വേണം വരാൻ. യഥാർത്ഥമായിട്ടുള്ള ശുശ്രൂഷ സഭയിൽ നാം കാണുമ്പോൾ, സഭയുടെ ശുശ്രൂഷകന്മാരായിട്ട് നാം ഇരിക്കുമ്പോൾ, സഭയ്ക്കായിട്ട് നാം ശുശ്രൂഷിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം. സഭയ്ക്കായിട്ട് നാം സ്വയം ഒഴുക്കി കൊടുക്കുക, നമ്മളെ തന്നെ നാം ഒഴുക്കി കൊടുക്കുക. ലെറ്റ് us give ourselves. സഭയ്ക്ക് വേണ്ടി നമുക്ക് ആലയം പണിയുവാൻ വേണ്ടി, ഈ ആലയം ദൈവത്തിന്റെ ആലയം പണിയുവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ പറ്റുമോ അതെല്ലാം നാം ചെയ്യുക. നമുക്ക് അതിനു വേണ്ടി തടസ്സങ്ങൾ എത്ര വന്നാലും, നമ്മളെ എത്ര ക്രഷ് ചെയ്താലും, എത്ര അപമാനം നാം സഹിച്ചാലും, എത്ര അവഹേളനം നാം സഹിച്ചാലും, എത്ര ഇൻസൾട്ട് നാം സഹിച്ചാലും, അത് സഹിക്കുമ്പോൾ ഓർക്കുക, എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മറുവശം ഒന്ന് ചിന്തിക്കുക. നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ക്രഷിങ്ങും ഇല്ല, നമുക്ക് യാതൊരു ചതവും സംഭവിക്കുന്നില്ല, വളരെ സുഖകരമായിട്ടാണ് നാം നിൽക്കുന്നതെങ്കിൽ എണ്ണ ഒഴുകുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക. ദൈവസഭയിൽ പുതിയതായിട്ടുള്ള എണ്ണ ഒഴുകണമെങ്കിൽ, അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, നിറവ് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ
സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉള്ള ബോധ്യം ഉണ്ടാവണമെങ്കിൽ ഈ ഒഴുക്ക് നിൽക്കുവാൻ പാടില്ല, ക്രഷിങ് നിൽക്കുവാൻ പാടില്ല. ആ ക്രഷറിൽ വേണം നാം എപ്പോഴും ആകുവാൻ. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്? എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, അല്ലെങ്കിൽ പീഡനങ്ങൾ പുറത്തുനിന്ന് വരുന്നത് എൻ്റെ ജീവിതത്തിൽ, എന്നെ ആരും കേൾക്കാത്തത്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എപ്പോഴും എനിക്ക് ഈ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നാം ചിന്തിക്കുവാണെങ്കിൽ ബുദ്ധിമുട്ട് നല്ലതാണ്. നമ്മളെ ആ രീതിയിൽ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്, കുറ്റപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ചിന്തിക്കുക, നാം ചതയ്ക്കപ്പെടുകയാണ്. വി ആർ ഗെറ്റിംഗ് ക്രഷ്ഡ്, ഓയിൽ ഈസ് കമ്മിങ് ഔട്ട്. നമുക്ക് ക്രഷിങ് ഇല്ലെങ്കിൽ, നമ്മളെ ചതയ്ക്കുന്നില്ലെങ്കിൽ ഓയിൽ പുറത്തേക്ക് വരത്തില്ല, നിരന്തരമായിട്ടുള്ള സപ്ലൈ വരത്തില്ല. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മുടെ സപ്ലൈ ഒക്കെ നിലച്ച് എത്ര പ്രാവശ്യം നിന്നുപോയ അവസ്ഥകളാണ് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാവുന്ന വിഷയങ്ങളാണ്. പുറപ്പാട് പുസ്തകം 27 അധ്യായം 20 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇതിനോട് അനുബന്ധിച്ച് എക്സോഡസ് ചാപ്റ്റർ 27 and verse 20 ഒന്ന് നമുക്ക് വായിക്കാം. പുറപ്പാട് 27 20 വാക്യം. അവിടെ 27 ഭാഗം എന്താ വായിച്ചത്? ഇടിച്ച് നിരന്തരം കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 27 അധ്യായം അതിന്റെ 20 വാക്യമാണ് നാം വായിച്ചത്. യു ഷാൽ ചാർജ് ദ സൺസ് ഓഫ് ഇസ്രായേൽ ദാറ്റ് ദേ ബ്രിങ് യു ക്ലിയർ ഓയിൽ ഓഫ് ബീറ്റൻ ഒലിവ്സ്. അവിടെ ഒലിവ് മരത്തെ നിങ്ങൾ ഇടിച്ച് അടിച്ച് ചതച്ച് അതിൽ നിന്ന് വേണം ഈ വിളക്ക് കത്തിക്കുവാൻ വേണ്ടി. അപ്പോൾ നാമൊക്കെയും ദൈവസഭയിൽ ഒലിവ് മരങ്ങളെ പോലെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ എണ്ണയുടെ ഫ്ലോ കുറയാതിരിക്കണമെങ്കിൽ വി ഷുഡ് ഗെറ്റ് ബീറ്റൺ അപ്പ്. നമുക്ക് നമ്മെ ചതച്ച്, നമ്മെ എല്ലാവരും ക്രഷ് ചെയ്ത് ചവിട്ടി പോകുവാൻ നാം അനുവദിക്കണം. പലപ്പോഴും നാം അത് അനുവദിക്കാറില്ല. അങ്ങനെ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നാം നിരാശപ്പെടാറുണ്ട്. സെരുബാബേൽ അല്ലെങ്കിൽ സക്കരിയാവിന്റെ പുസ്തകം, ഈ പ്രവചനം 4-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അങ്ങനത്തെ ക്രഷിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സഭയ്ക്ക് നല്ലതാണ്. നാം സഭയ്ക്ക് കൊടുക്കുകയാണ്, ഒഴുകി കൊടുക്കുകയാണ്. ബ്രോക്കൻനെസ് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുള്ളത് വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. ഒലിവ് മരങ്ങൾ അതിൻ്റെ ഇലകളൊക്കെയും ചതഞ്ഞ് അതിൽ നിന്ന് എണ്ണ പുറപ്പെടുന്ന പോലെ നാം വായിച്ചതുപോലെ ആ രീതിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഈ അധ്യായത്തിലൂടെ അനേക കാര്യങ്ങൾ ചിന്തിച്ചു. നാം ചിന്തിച്ചു 4-ാം അധ്യായത്തിൽ ഇത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം, ദൈവാത്മാവിനെ എടുത്തു കാണിക്കുന്ന ഒരു അധ്യായമാണ്. അതിൻ്റെ താക്കോൽ വാക്യമായിട്ട് നാം 6-ാം വാക്യം വായിച്ചതാണ്. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഓൺലി. സഭയില് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഓൺലി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവിനാൽ മാത്രം. നമ്മുടെ എന്തെങ്കിലും ബലത്താലോ, നമ്മുടെ ഏതെങ്കിലും ധനത്താലോ, നമ്മുടെ എന്തെങ്കിലും കഴിവിനാലോ, നമ്മുടെ എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് ബാലൻസിലോ, നമ്മുടെ ഏതെങ്കിലും ഈ ലോകപരമായിട്ടുള്ള ഗുണവിശേഷത്തിലോ അല്ല നാം ആശ്രയിക്കേണ്ടത്. ഇവിടെ ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രം. ലെറ്റ് us be completely surrendered to God's Holy Spirit. ലാംപ് സ്റ്റാൻഡ്, നിലവിളക്ക് സഭയെ കാണിക്കുന്ന വിഷയമാണ്. എണ്ണയെക്കുറിച്ച് നാം മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യം, സപ്ലൈ, അത് അവിടെ അത്യാവശ്യമാണ്. കൃപയെക്കുറിച്ച് നാം പ്രത്യേകമായിട്ട് വായിച്ചു. പഴയ നിയമത്തിൽ കൃപയെക്കുറിച്ച് നാം അങ്ങനെ വായിക്കാറില്ല. എന്നാൽ ഇവിടെ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് കൃപ അതിനോട് ചേരട്ടെ എന്ന് പറയുമ്പോൾ അവിടെ കൃപയോടെ ഒരു സാന്നിധ്യം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ കൃപയോടെയാണ്, വിശ്വസ്തയോടെയാണ് പ്രവർത്തിക്കുന്നത്. എണ്ണ ഫ്രഷ് ആയിരിക്കണം, ഫ്രഷ് ഓയിൽ. അത് പഴകിയ എണ്ണയാവാൻ പാടില്ല, എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയാവാൻ പാടില്ല. കഴിഞ്ഞ വർഷം ദൈവത്തോട് അടുത്തിരുന്ന ചില ശുശ്രൂഷകൾ ചെയ്യുവാനല്ല കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് പുതിയതായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, പുതിയതായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടി, ദൈവസന്നിധിയിൽ പഠിക്കുവാൻ വേണ്ടി, ദൈവത്തോട് സമയം ചെലവാക്കുവാൻ വേണ്ടി നാം പ്രവർത്തിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ലെറ്റ് us be ഫ്രഷ് സോഴ്സസ് ഓഫ് ഓയിൽ. നാം ചതയ്ക്കപ്പെട്ട് ആ രീതിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പുതിയ എണ്ണ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും അത് ദൈവസഭയെ പണിയുവാനും ആ ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഇതെല്ലാം നാം ചെയ്യുമ്പോൾ
ദർ ഇസ് എ ലൈറ്റ് വിച്ച് ഇസ് ഷൈനിങ്. അവിടെ സഭ അവിടെ പ്രകാശപ്പെടും, സഭ ആ രീതിയിൽ പണിയപ്പെടും, ദൈവം ആ രീതിയിൽ അതിനെ പണിയും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ വെക്കാം. കാരണം നാം വായിച്ചു, സെരുബാബേലിന്റെ കൈകൾ ആണ് അടിസ്ഥാനമിട്ടത്, സെരുബാബേലിന്റെ കൈകൾ അത് അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് തുടങ്ങിയ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് കർത്താവ് തന്നെ അതിൻ്റെ അവസാനത്തിലേക്ക്, ഏറ്റവും നല്ല അവസാനത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ഒലിവ് മരങ്ങൾ ചതയ്ക്കുവാൻ, ഇടിച്ച് ഒന്നുമില്ലാതെ ആയി പോകുവാൻ നിരന്തരം സംഭവിക്കണം. അത് ഒരു ദിവസത്തെ കാര്യമല്ല, 2 ദിവസത്തെ കാര്യമല്ല, 1 മാസത്തെ കാര്യമല്ല. ഈ സഭ ഈ ലോകത്തിൽ ഉള്ള സമയം മുഴുവൻ നമ്മെ തന്നെ ഒഴുക്കിക്കൊണ്ടിരിക്കുവാൻ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ നമ്മുടെ കഴിവല്ല കർത്താവിന് ആവശ്യം, നമ്മുടെ ബലമല്ല ആവശ്യം, സൈന്യങ്ങളല്ല കർത്താവിന് ആവശ്യം. അവിടെ ആ ഒരു മലയാളത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പദം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ മൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ശരിയായ തർജ്ജിമയാണോ എന്ന് എനിക്കറിയത്തില്ല. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ സൈന്യത്താലെ അല്ല, മൈറ്റിനെയും സൈന്യത്താലെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഒരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്. അവിടെ 6-ാം വാക്യത്തിൽ ഫോഴ്സ് ആൻഡ് സ്ട്രെങ്ത്. അപ്പോൾ മലയാളത്തിൽ എന്തുണ്ടോ സൈന്യത്താലെ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു, ലോർഡ് ഓഫ് ഹോഴ്സ്. അപ്പോൾ നമ്മുടെ സൈന്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ശക്തിയുടെ ഒന്നും ആവശ്യമില്ല. സൈന്യവും ശക്തിയും ബലവും ആത്മാവും എല്ലാം കർത്താവിനുണ്ട്. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മെ ചതയ്ക്കുവാനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. എണ്ണ ഒഴുകട്ടെ, നമ്മൾ ഒഴുകട്ടെ. നമ്മുടെ ഈഗോ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ എല്ലാം ദൈവത്തിന് വേണ്ടി ഒഴുക്കി കൊടുത്ത് പുതിയ എണ്ണയുടെ സ്രോതസ്സായി മാറി ഈ സഭയെ പണിയുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി തീർക്കട്ടെ. അതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ആകത്തുക, ഈ ഒരു ദർശനത്തിൻ്റെ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ വാക്യം എന്തായാലും മനസ്സിൽ ഒന്ന് ഓർത്തു വെക്കുക. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ മൈ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ്, മൈ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവ്. അതാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അത് ആർക്കും തടസ്സപ്പെടുത്തുവാൻ ഒരു നാളും സാധ്യമല്ല. മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യനോ സാത്താനോ അതിനെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ഒരു മഹാപർവ്വതവും ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്ക് മുമ്പിൽ നിൽക്കുവാൻ ഉള്ള കരുത്ത്, ബലം ആർക്കുമില്ല. ആ ഒരു ഉറപ്പോടെ, ധൈര്യത്തോടെ നമ്മുടെ സഭയെ പണിഞ്ഞ് നമുക്ക് വരും നാളുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ.